Hello, assalamu alaikum. Welcome back to my channel. അങ്ങനെ ഇതാ നോമ്പ് ഇക്കൊല്ലത്തെ തീരാനായല്ലേ. ഇനി ഒരു രണ്ടോ നോമ്പ് കിട്ടിയാൽ 30 കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ 2 നോമ്പും കൂടി അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ സ്റ്റൈൽ തട്ടുകടയിലൊക്കെ കാണുന്ന സ്റ്റൈലിലുള്ള കൽമാസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. കണ്ണൂരുകാരൊക്കെ ഇതിന് കൽമാസ് എന്നാ പറയുക. നമ്മളിതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേര് കൽമാസ് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്പൈസി ഉന്നക്കായ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിലും ചെയ്തിന്. അപ്പം ഇന്നത്തെ റെസിപ്പി ഇത് തന്നെ ആവട്ടെ. അരി വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് ഏത് ടൈപ്പും ഉണ്ടാക്കാം. അപ്പം ഈ ഒരു കൽമാസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരി കുതിർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, അരിപ്പൊടി എടുക്കുക, പുഴുങ്ങലരിൻ്റെയൊക്കെ പൊടി എടുക്കുക. അപ്പം ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായി വെച്ചിന്. ഇതിപ്പം നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പുഴുങ്ങലരിയില്ലേ, സാധാരണ ചോറ് വെക്കുന്ന ഏതാണോ അരി, ആ അരിയാണ് ഇതിലേക്ക് വേണ്ടുന്നത്. അപ്പം ഞാനിപ്പോൾ അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പിൻ്റെ അത്രയും ഇല്ല, കുറച്ച് കുറവാണ്. 1/4 കപ്പ് എടുത്തിന്. ഇനി ഇത് നന്നായി തിളച്ച് വന്ന വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കണം. അപ്പം ഞാനിവിടെ പൊന്നി അരിയാണ് എടുക്കുന്നത്. നിങ്ങളേതാണോ അരി എടുക്കുന്നത് ആ അരി യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കട്ട പിടിച്ച് നിന്നിട്ട് അരി ശരിക്കും കുതിർന്ന് കിട്ടൂല. അപ്പോൾ അതവിടെ കുതിർന്ന് വരട്ടെ. ഒരു 3-4 മണിക്കൂർ എന്തായാലും അരി കുതിർത്ത് വെക്കണം. അപ്പോൾ അരി അവിടെ കുതിർന്ന് വരുന്ന സമയത്തേക്ക് ഞാനിപ്പം ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഫില്ലിങ്ങിന് നമുക്ക് ഏതും എടുക്കാം, പച്ചക്കറി ഒഴിച്ചിട്ട് ബാക്കി എന്തും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീനാണ് എടുത്തത്, നെയ്മീനാണ് എടുത്തത്. ഒരു 3-4 പീസ് നെയ്മീൻ ആദ്യം ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിൽ ഫില്ലിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നെയ്മീൻ ഞാനിപ്പോൾ ഒരു 4-5 പീസ് എടുത്തിട്ട് അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ബാക്കി ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിൻ്റെയും മുളകിൻ്റെയൊക്കെ ഫ്ലേവർ അതിൽ കിട്ടുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന മസാലക്ക് കണക്കായിട്ടുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് മീനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതായത് ആ മുളകൊക്കെ ഒന്ന് ആ മീനിൽ നന്നായി പിടിച്ച് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടണം. അങ്ങനെ ഇതാ മീൻ ഞാൻ നന്നായിട്ട് അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും തിരിച്ചുമറിച്ച് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതേ സെയിം എണ്ണയിൽ തന്നെ ഞാനിപ്പം കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 വലിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഉള്ളി ഒരുപാടങ്ങ് വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട, കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് കുത്തി ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പാടങ്ങ് ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട്, അല്ലെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുത്തി ചതച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. മീൻ ചേർത്തിട്ട് ഒരുപാടങ്ങ് കുഴച്ച പോലെ പൊടിച്ചെടുക്കരുത്. ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബൈറ്റ്സ് നമുക്ക് കിട്ടുന്ന വിധത്തിൽ ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ കൈ കൊണ്ടൊന്നും പൊടിക്കണം എന്നൊന്നും ഇല്ല, കാരണം മീനല്ലേ പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞോളും. അപ്പം ഞാനിപ്പോൾ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആ ഒരു മിക്സിലേക്ക് നമ്മുടെ മീൻ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാവും. കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിന്. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിതിപ്പം മീനിൻ്റെ ഒരു ഫില്ലിങ്ങാണ് റെഡിയാക്കിയത്. ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ഇങ്ങനെയുള്ള കൽമാസ് കൊഞ്ചൻ വെച്ചിട്ട്, അതായത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാം, കല്ലുമ്മക്കായ വെച്ചിട്ടുണ്ടാക്കാം,
പിന്നെ ബീഫോ ചിക്കനോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുക, ഇളമ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ചെമ്മീൻ തന്നെയാണെന്നാണ്. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂറായി അരി ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിട്ട്. കണ്ട അരി തൊടുമ്പം രണ്ടായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ അരി ഞാനിപ്പം കഴുകിയെടുത്ത് വെച്ചിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളിയുടെ പകുതി എടുത്തിന്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിന്. ഇതിപ്പം ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടുള്ളത്. പിന്നെ ഒരു 2 ഏലക്കായ, 2 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വീതം വലിയ ജീരകം, ചെറിയ ജീരകം, ഇവ രണ്ടും എടുത്തിന്. ഇനിയിപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറിലാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഗ്രൈൻഡറിൽ ടൈറ്റായിട്ടാണ് അരച്ചെടുക്കാൻ. മിക്സിയിലാകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് ലൂസാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഉപ്പ് ചേർക്കുന്നില്ല. ആദ്യം ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അരിയും കൂടെ ഓരോന്നായിട്ട് ഓരോ ബാച്ചായി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പം അരി ഒരുപാട് ഫൈൻ, നമ്മൾ ഒറോട്ടിക്ക് പത്തലിനൊക്കെ പോലെ ഉള്ളത് അത്ര ഫൈനായിട്ട് അരക്കരുത്. എങ്ങനെയാണ് അരക്കേണ്ടത്, കുറച്ചൊരു തരതരപ്പായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചതുകൊണ്ട് ഇത്രയും ലൂസ്. ഇനിയിപ്പോൾ ഇത് ടൈറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുഴുങ്ങലരി പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചരിപ്പൊടിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഗ്രൈൻഡറിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്, അരിയും റെഡിയാണ്. ഇനി നമുക്കിത് ബോളാക്കിയിട്ട് വേവിച്ചെടുക്കണം. അപ്പം തട്ടുകട സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉന്നക്കായിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് എപ്പോഴും ഈ ഒരു കൽമാസ് ഉണ്ടാവാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ചെമ്പ് എടുക്കാം, അതായത് നമ്മൾ അപ്പച്ചെമ്പ് എടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു റിങ്ങൊക്കെ വെച്ചിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത്, ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ബോൾ എടുക്കുക, നന്നായി കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാം. ബാക്കി നമ്മളിനി എങ്ങനെയാണ് ഉന്നക്കായ ശരിക്കും ഷെയ്പ്പാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, അതേ ഷേപ്പിൽ തന്നെ. അപ്പോൾ കയ്യിൽ വെച്ച് നന്നായി പരത്തിയെടുത്ത അരിമാവിൽ ഇതേപോലെ ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും. ആ മീനിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ കിട്ടണം കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. എക്സ്ട്രാ വരുന്ന അരിമാവൊക്കെ ഒന്നിങ്ങെടുത്ത് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായി ഷെയ്പ്പാക്കിയെടുക്കുക. നമ്മൾ ഉന്നക്കായി ഷെയ്പ്പാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും. അവിടെ ഒക്കെ ജോയിൻറ്റ്സ് വരുമ്പോൾ ഇങ്ങനെ വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് നല്ലൊരു ഷെയ്പ്പാക്കിയെടുക്കാം. അപ്പോൾ പാത്രത്തിൽ ഞാനിപ്പം കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കരുത്, അതുപോലെ തമ്മിൽ ഒട്ടിപ്പിടിക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഉണ്ടാക്കിയ ഓരോന്നും ഇതേപോലെ ഓരോ ഭാഗത്തായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 5-6 ആക്കിയിട്ട് ഒരു ബാച്ച് റെഡിയാക്കി വെച്ചിന്. ഇനിയിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കൽമാസ് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയപ്പോൾ ഞാനിതാ ഒന്നിങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ കഴിക്കാം, വേവിച്ചത് തന്നെ കഴിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിനെ ഞാനിപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഞാനിപ്പം ഒരു മുളകിൻ്റെ പേസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് ചെറിയൊരു പേസ്റ്റ് ആക്കുന്നുണ്ട്. ഇനി ഈ പേസ്റ്റ് മുളകിൻ്റെ പേസ്റ്റിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കല്ലുമ്മക്കായൊക്കെ പൊരിക്കുന്നില്ല, അതേപോലെ തന്നെ കുറച്ച് ഓയിലേ ഞാനിപ്പം ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ എന്താ പറയുക, മുളകിൻ്റെ പേസ്റ്റിൽ മുക്കിയിട്ട് ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്ത് നന്നായി ആ ഒരു മുളകൊക്കെ എല്ലാത്തിലും പിടിച്ച് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റുവാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് പൊരിച്ചെടുക്കാം. പിന്നെ ഇത് പൊരിക്കാണ്ടും ആ ഒരു വേവിച്ചത് മാത്രമായിട്ട് കഴിക്കാം, അതും ടേസ്റ്റ് തന്നെയാണ്. പൊരിച്ചാൽ കുറച്ചും കൂടെ ആ ഒരു സ്പൈസി ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് ഇവിടെ റെഡിയായി. ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ ഇതിന് മുമ്പ് കുറേ മുമ്പ് ഇട്ടിന്. എനിക്ക് അന്നേരം കൽമാസ് എന്നുള്ളതിൻ്റെ ആ ഒരു പേരൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. സ്പൈസി ഉന്നക്കായ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. കാരണം നമ്മൾ ഇവിടെയൊന്നും ഇങ്ങനെ ഒരു കൽമാസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരുണ്ടോയെന്ന് അറിയില്ല. നമ്മളങ്ങനെ പറയലില്ല. കണ്ണൂർ സൈഡിൽ അങ്ങോട്ട് തട്ടുകടയിലും അങ്ങനെ അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. ഇതേപോലെ തന്നെ ഷേപ്പാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉണ്ടയാക്കിയിട്ട് പൊരിച്ചാലും മതി. അപ്പം താങ്ക് യു.